ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്താ? പിന്നെ ആവശ്യമുണ്ട്. എന്തായാലും മധുരം വേണം. അപ്പൊ കേക്ക് മതിയെന്ന് ദേവികയെ പറഞ്ഞ്. കേക്ക് മാത്രല്ല, സദ്യയുണ്ട്. പിന്നെ 2 കൂട്ടം പായസം ഉണ്ട്. ആഹാ, അപ്പൊ ഒരു സംഭവമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ആ, ചന്ദ്രോത്ത് കുടുംബത്തിൽ പുതുതലമുറയിലെ ആദ്യ കൺമണിയല്ലേ വരാൻ പോകുന്നേ. അപ്പോ അതിന്റെ ഒരു ഗമയിൽ തന്നെ ആയിക്കോട്ടെ. വാ, വന്നേ, ഇവിടെ നിൽക്ക്. ആ, നിങ്ങൾ രണ്ടുപേരും കൂടി ഐശ്വര്യമായിട്ട് കേക്ക് മുറിക്കേ. അപ്പോഴത്തേക്ക് സദ്യ ഒരുങ്ങും. ചേടാ, ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഫോണിൽ കൂടെ വിളിച്ച് പറയണ്ടായിരുന്നുള്ളല്ലോ. ഇങ്ങനെ ഒരു ആഘോഷമൊന്നും വേണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ സന്തോഷത്തിനല്ല, ഇത് ഞങ്ങൾക്കൊന്ന് ആഘോഷിക്കാനാ. ആ അതെ, ഇനി ഗിരീഷേട്ടന്റെ രചന ചേച്ചി കൂടെ കേക്ക് കട്ട് ചെയ്തേ. മോളെ, ഇനി 3 മാസം വളരെ ശ്രദ്ധിക്കണം. അധികം ജോലിയൊന്നും ചെയ്യരുത്. എന്റെ മാഡം, അത് അടുത്ത 3 മാസത്തേക്കല്ല, കല്യാണം കഴിച്ച് വന്നത് മുതൽ അതങ്ങനെ തന്നെ. ജോലിയൊന്നും എടുക്കുന്നില്ല, അതുകൊണ്ട് ആ പേടി വേണ്ട. ഗിരി, ഞാൻ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യാനാ. അയ്യോ, ഞാനൊരു കോമഡി പറഞ്ഞതാ. രജനി ചേച്ചി എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. അതും അങ്ങനെ തന്നെ അല്ല രജനി? സന്തോഷം തന്നെയാ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞ ആർക്കും വിഷമം തോന്നരുത്. എന്താ ഗിരീഷ്? രജനിക്ക് വിഷമം വരുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഹാപ്പി ആയിരിക്കണം, എന്നാലേ അവിടെ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കൂ. ഇപ്പൊ തന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നന്ദൻ എന്ത് വിഷമത്തിലായിരുന്നു. ഇപ്പോഴാ മുഖത്തൊരു സന്തോഷം കാണുന്നത്. അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ നല്ല സന്തോഷത്തിലാ. അതെ, ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾക്ക് ടെൻഷൻ ആവേണ്ടി വരില്ല. ഞാനെന്ന് അടുക്കളയിലേക്ക് ചെല്ലട്ടെ. സദ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കണം. ഒരു മിനിറ്റ്, കേക്ക് കഴിച്ചിട്ട് പോവാം. ദേവിക, എടുത്തു കൊടുക്കും.